നമസ്കാരം, ഞാൻ SK ഹോസ്പിറ്റലിലെ ക്യാൻസർ വിഭാഗത്തിലെ ക്ലിനിക്കൽ ഓങ്കോളജി ഡോക്ടറായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്തനാർബുദത്തിന് കണ്ടുവരുന്ന ലക്ഷണങ്ങളെ പറ്റി പറഞ്ഞു. മാറിലൊരു തടിപ്പായിട്ട് വരാം, കഷത്തിലൊരു തടിപ്പായിട്ട് വരാം, തൊലിക്ക് എന്തെങ്കിലും നിറവ്യത്യാസം, തൊലി ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുക, സ്തനത്തിലെ തൊലി ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ്, ദ്രാവകം പുറത്തോട്ട് വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് സ്തനാർബുദത്തിനുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ സ്തനാർബുദം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ സ്തനത്തിലൊരു മുഴയോ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. അതിന് പറയുന്നതാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അഥവാ സ്തന സ്വയ പരിശോധന. ശരിക്കും 25 വയസ്സിനു മേലെയുള്ള എല്ലാ സ്ത്രീകളും മാസത്തിലൊരിക്കൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഡേറ്റ് മറന്നു പോകാണ്ടിരിക്കാനായിട്ട് മാസത്തിലൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, 1-ാം തീയതി ഫിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാ മാസവും 1-ാം തീയതി ജസ്റ്റ് 5 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. നമുക്ക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അഥവാ സ്തന സ്വയ പരിശോധന നടത്താനായിട്ട് 5 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അഥവാ സ്തന സ്വയ പരിശോധന നടത്താം? ആദ്യം നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, ഇടുപ്പ് വരെയുള്ള ഡ്രസ്സ് മാറ്റുക, 2 കൈയും ഇടുപ്പിൽ പ്രസ് ചെയ്തുകൊണ്ട് 2 ബ്രസ്റ്റും തമ്മിൽ എന്തെങ്കിലും എസിമെട്രി, ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും നിറവ്യത്യാസമുണ്ടോ, നിപ്പിളുള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ എന്നെല്ലാം കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് പരിശോധിക്കുക. ഇതേ പരിശോധന കൈ 2 ഇടുപ്പിൽ വെച്ചും പരിശോധിക്കുക, കൈ 2 ഉയർത്തിയും പരിശോധിക്കുക. കൈ 2 ഉയർത്തി പരിശോധിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം, നമ്മുടെ ബ്രസ്റ്റിൻ്റെ അടിയിലുള്ള ഫോൾഡ് എല്ലാം കുറച്ചും കൂടെ വിസിബിൾ ആവുന്നത് കൈ 2 ഉയർത്തിയ ശേഷമായിരിക്കും. ഇതേപോലെ വലത്തെ കൈയുടെ 3 വിരലിൻ്റെ പൾപ്പ് ഓഫ് ഫിംഗേഴ്സ്, ഈ പിതുങ്ങുന്ന ഭാഗം അത് വെച്ചിട്ട് ലെഫ്റ്റ് ബ്രസ്റ്റും ലെഫ്റ്റ് ആക്സിലെയും പരിശോധിക്കുക. അത് നടുക്കുന്ന് തുടങ്ങിയിട്ട് പുറത്തോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക. അത് വലത്തെ കൈ കൊണ്ട് ഇടത്തെ ബ്രസ്റ്റും ഇടത്തെ ആക്സില അല്ലെങ്കിൽ ഇടത്തെ കഷവും പരിശോധിക്കുക. അതേപോലെ ഇടത്തെ കൈ കൊണ്ട് വലത്തെ ബ്രസ്റ്റും വലത്തെ ആക്സിലെയും പരിശോധിക്കുക. ഇതേ പരിശോധന തന്നെ കിടന്നുകൊണ്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മുഴയോ തടിപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണ്ടു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു മാമോഗ്രാം ടെസ്റ്റും ഒരു ബയോപ്സി ടെസ്റ്റും ഒക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ഓങ്കോളജി ഡോക്ടറെ കാണേണ്ടതാണ്. താങ്ക് യു.